പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, 17-ാം ദിവസം. യൂദിത്തിൻ്റെ പുസ്തകം 13-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. ജനം അത്ഭുതപരതന്ത്രരായി ദൈവത്തെ കുമ്പിട്ടാരാധിച്ച് ഏകസ്വരത്തിൽ ഉദ്ഘോഷിച്ചു. ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ ജനത്തിൻ്റെ ശത്രുക്കളെ ഇന്ന് അവിടുന്ന് നിന്ദ്യരാക്കി. ഉസിയ അവളോട് പറഞ്ഞു, മകളെ, ഭൂമിയിലെ സ്ത്രീകളിൽ വെച്ച് അത്യുന്നതനായ ദൈവത്താൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ടവളാണ് നീ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനും ശത്രുനേതാവിൻ്റെ തല തകർക്കാൻ നിന്നെ നയിച്ചവനുമായ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ജനം ദൈവത്തിൻ്റെ ശക്തി അനുസ്മരിക്കുമ്പോൾ നീ ദൈവത്തിൽ അർപ്പിച്ച പ്രത്യാശ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വിട്ടുപോവുകയില്ല. ഇത് നിനക്കൊരു ശാശ്വത ബഹുമതിയാകാൻ ദൈവം കനിയട്ടെ. അനുഗ്രഹങ്ങളാൽ അവിടുന്ന് നിന്നെ നിറയ്ക്കട്ടെ. എന്തെന്നാൽ നമ്മുടെ ദേശം അപമാനിതമായപ്പോൾ നീ സ്വജീവൻ അവഗണിച്ച് ദൈവസന്നിധിയിൽ നേർവഴിയിലൂടെ ചരിച്ച് ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് നാശത്തിൽ നിന്ന് അതിനെ രക്ഷിച്ചു. അങ്ങനെ തന്നെ ജനം ഉദ്ഘോഷിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, തിന്മയുടെ പ്രതീകമായ ഹോളോഫർണസിൻ്റെ ശിരസ് ഛേദിച്ച് ഇസ്രായേലിന് ജയം നേടിക്കൊടുത്ത ധീര വനിതയായിരുന്നു യൂദിത്ത്. ദൈവത്തിൽ പ്രത്യാശയർപ്പിച്ചുകൊണ്ട് സ്വജീവൻ അവഗണിച്ച് ദൈവജനത്തെ സംരക്ഷിക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമാണെന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് മരണത്തിൻ്റെ താഴ്വരയിലേക്ക് യൂദിത്ത് നടന്നു നീങ്ങിയത്. താൻ പോകുന്നത് ശത്രുപാളയത്തിലേക്കാണ് എന്ന് നന്നായി അറിയാമായിരുന്ന യൂദിത്തിന് ദൈവജനത്തെ രക്ഷിക്കണമെന്നുള്ള അഗാധമായ ആഗ്രഹവും ദൈവപ്രീതിയാണ് വലുത് എന്ന ബോധ്യവും ഈ ധീര വനിതയെ ഇപ്രകാരം ഒരു പ്രവൃത്തിക്ക് പ്രേരിപ്പിച്ചു. യൂദിത്ത് ധൈര്യസമേതം ശത്രുപാളയത്തിൽ കടന്ന് ശത്രുനേതാവിൻ്റെ ശിരസ് ഛേദിച്ച് ഇസ്രായേലിന് വിജയം നേടിക്കൊടുത്തു. കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യൂദിത്ത് വിളിച്ചു പറഞ്ഞു, എൻ്റെ ദൈവത്തിന് തമ്പുരുമീട്ടി ഒരു ഗാനം ആരംഭിക്കുവിൻ. എൻ്റെ നാഥന് കൈത്താളം കൊട്ടി ഒരു നവകീർത്തനം ആലപിക്കുവിൻ. അവിടുത്തെ പുകഴ്ത്തുവിൻ, അവിടുത്തെ നാമം വിളിച്ച് അപേക്ഷിക്കുവിൻ. ദൈവത്തിൽ പ്രത്യാശയർപ്പിക്കുന്നവർക്ക് അന്തിമ വിജയമുണ്ടായിരിക്കുമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ധീര വനിതയാണ് യൂദിത്ത്. ഈ മഹദിയെപ്പോലെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ദൈവത്തെ ഭയപ്പെടുകയും ദൈവപ്രീതി ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുന്നവൻ്റെ വിജയം യൂദിത്തിൻ്റേതുപോലെ ആയിരിക്കുമെന്ന് ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ തിരുവചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്
അവിടുത്തെ പക്കൽ ആശ്രയം അർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അനന്ത നന്മയായ ദൈവമേ, അങ്ങാണല്ലോ ഞങ്ങളെ നയിക്കുന്നതും ഞങ്ങൾക്ക് വിജയം നൽകുന്നതും. അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചവർ നിരാശരാകാൻ അങ്ങ് അനുവദിക്കുകയില്ലല്ലോ. സമൂഹം ഒട്ടും വില കൽപ്പിക്കാതിരുന്ന സ്ത്രീത്വത്തിൻ്റെ പ്രതീകമായ യൂദത്തിനെ അനുഗ്രഹിച്ച് വിശദീകരിച്ച ദൈവമേ, ഒരു ജനതയെ മുഴുവൻ അവൾ വഴി വിടുവിക്കാൻ തിരുമനസ്സായ തമ്പുരാനെ, അങ്ങയിൽ ആശ്രയം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസവും അഭിഷേകവും ഞങ്ങളുടെ ജീവിതത്തിൽ കൈമുതലാകട്ടെ. അങ്ങ് നൽകുന്ന വലിയ ശക്തിയിൽ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയും അങ്ങയിലുള്ള പ്രത്യാശയിൽ ഞങ്ങൾ വിജയം കണ്ടെത്തുകയും ചെയ്യുമാറാകട്ടെ. അങ്ങയുടെ ജനമായി ഞങ്ങൾ അപമാനിതരാകാൻ അങ്ങ് ഇടയാക്കരുതേ. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വിജയം നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.